അപ്പൊ നമ്മളേതാ ഫയർ ക്യാമ്പിങ് നല്ല കുറച്ച് തീയെല്ലാം ഇട്ടിട്ട് നമുക്ക് കായാം. ഞാൻ തുണിയെല്ലാം മാറ്റി പിടിച്ചെല്ലാം റെഡി ആയിരുന്നു. ഇപ്പൊ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് പോകുന്ന തിരക്കിലാന്നുള്ളത്. അപ്പൊ ഏതായാലും 2 ദിവസം വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല. അമ്മമ്മച്ച കുറച്ച് തിരക്കുണ്ടായതുകൊണ്ട്. അപ്പൊ പിന്നെ ഞങ്ങൾ ഇന്ന് പോകുന്ന സ്ഥലം ഇപ്പൊ മമ്മൂച്ചാന്ന് പ്ലാൻ ആക്കിന്. അവിടെ ആനയും പുലിയെല്ലാം ഉള്ള സ്ഥലം. എങ്കിലും മോശമല്ല, ഞങ്ങൾ നൈറ്റ് ക്യാമ്പ് ആക്കിയിട്ട് അവിടെ വീഡിയോ ചെയ്യുന്നതന്നെ. ഞങ്ങൾക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല അല്ല. ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞു കൊടുത്തിട്ട് പട്ടിത്തിരക്ക മഞ്ഞമ്പാറ പിന്നെ ചിത്തൊട്ടി എന്ന പള്ളിൻ്റെ അടുത്താണ് ഞങ്ങൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ഇത് കാണണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കാഴ്ചകളെല്ലാം കാണിച്ചു തരാം. അപ്പൊ ഞങ്ങൾ നേരെ പോന്നെ പരന്റെ അടുത്ത് വണ്ടി കീക്കുന്നത് ആ കാഴ്ചയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. നോക്കിക്കോളി നേരെ അല്ല മുച്ച. അങ്ങനെ ഇപ്പൊ ഞങ്ങൾ പതിയെടുക്കത്തേക്ക് എത്തി. അപ്പൊ പതിയെടുക്കത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഇതിൽ കുറച്ച് റോഡ് ഉണ്ടല്ലോ, അത് നേരെ അത് ആ ബാന് പോയ അതിൽ പോകുന്ന കാസർഗോഡ് പോകുന്ന വഴി. ഞങ്ങൾ ഇപ്പുറത്തെ ഈ അടുത്ത സൈഡിൽ ഓടിയിട്ട് പോകും. ആ വരുന്ന വഴിയിൽ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് എന്തെല്ലോ സാധനം കണ്ട്. എന്ത് കന്നഡ ഹിന്ദി ക്യാ ഭയ്യ? ഇതാ കുറേ 600 റുപ്യയിൽ മോശമല്ല. സാധനമെല്ലാം വാങ്ങണ്ട്. ഇതാ എന്തെല്ലാം ഉണ്ട് ഐറ്റംസ് കാര്യങ്ങളെല്ലാം. നല്ല കാറ് ഇങ്ങനത്തെ ഇത്. അപ്പൊ ഞമ്മ ഇപ്പൊ നേരെ പോകുന്നുണ്ടല്ലോ, ഇവിടുന്ന് ഇങ്ങനെ പോവും അങ്ങോട്ട്, നേരെ ഇങ്ങനെ പോവും. അല്ല അപ്പൊ നമ്മ ഇവിടുന്ന് പറഞ്ഞത് മുള്ളേരം ഭാഗത്ത്. അപ്പൊ ഞമ്മക്ക് ആ ഭാഗത്തെ പിന്നെ പുലി കാര്യങ്ങളെല്ലാം ഉള്ളൊരു സ്ഥലം കൂടിയാണ് അല്ല മോച്ച. പിന്നെ അത് ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. അത് ഫോറസ്റ്റ് വലിയ ഗവൺമെന്റ് ഏരിയ, ഗവൺമെന്റിന്റെ. കാണുന്നതാ മുള്ളേര ടൗൺ ഇല്ലെങ്കിൽ തന്നെ ഇതാ അതെല്ലാം മുള്ളേരുണ്ടാവും. ഇത് റിക്ഷ ടൗണ്. നമുക്ക് ഇവിടുന്ന് എന്താക്കണം ഇല്ലെങ്കിൽ നേരെ ഞമ്മ പോകുന്നതിലറിയോ, ഞമ്മ നേരെ ഇവിടുന്ന് പോകുന്നത് ലെഫ്റ്റിലോട്ട് തിരിയും. ലെഫ്റ്റിലോട്ട് അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ആ ഭാഗത്ത് വന്നത് കാസർഗോഡ് ഭാഗത്ത്, ഈ ഭാഗത്തേക്ക് ആദൂർ. പിന്നെ ഞാൻ പറഞ്ഞില്ല പണിതർക്ക് ആ ഭാഗത്തേക്ക് വന്ന റോഡാണ്. അപ്പൊ വെയിലോടിയിട്ട് ഇങ്ങനെ പോകും. ബസ് സ്റ്റാൻഡാണ് അവിടെ കാണുന്നത്. പിന്നെ ഓട്ടോ സ്റ്റാൻഡ്, പിന്നെ കുറേ ചട്ടി കാര്യങ്ങളെല്ലാം വിൽക്കുന്ന വീടുണ്ട്, അതും കാണിച്ചു തരാം. ഇതാ ഇതെല്ലാം കുറേ ചട്ടി കാര്യങ്ങളെല്ലാം വിൽക്കുന്ന ഒരു പീടിയാണ് ഇവിടെ. പുല്ലിൻ്റെ വണ്ടി ഉണ്ടല്ലോ ഇത് കർണാടകത്തിൽ നിന്ന് വരുന്നതാണിത്. കർണാടകത്തിൽ നിന്ന് വന്നിട്ട് പിന്നെ വീടിന്ന് ലോഡാക്കിയിട്ട് പോകും. സാധനം പണ്ടെല്ലാം എടുത്തിട്ട് പയ്യന് കൊടുക്കാൻ വേണ്ടി. ജാൽച്ചൂർ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ജാൽച്ചൂർ എന്നില്ലെങ്കിൽ ഏകദേശം കർണാടക ഭാഗത്തേക്ക് തന്നെ എത്തുന്നത്. കർണാടക തന്നെ. പിന്നെ അടൂർ 16 കിലോമീറ്റർ 26 കിലോമീറ്റർ ഇടുന്ന് ജാൽച്ചൂറിലേക്ക്. അപ്പൊ നമ്മ ജാൽച്ചൂർ ഭാഗത്തേക്ക് നമ്മ പോകുന്നില്ല ഏതായാലും. അപ്പൊ അത് കർണാടക ഏരിയയാണ്. നമ്മ ഏതായാലും മുമ്പോട്ട് തന്നെ പോവാം. ജിയാർത്താക്കാൻ വേണ്ടിയിട്ട് മമ്മൂച്ചാൻ്റെ കൂടെ പോകുന്നുണ്ടത് ആദൂർ മക്കാമിലേക്ക്. ഏതായാലും പിന്നെ മമ്മൂച്ച ഞാനൊന്ന് ജിയാർത്താക്കിയിട്ട് ഇതൊരു മക്കാമിന്റെ സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇപ്പൊ ജിയാർത്തിന് നമ്മൾ പോകുന്നത് രണ്ടുപേരും. ഇവിടെ നിങ്ങൾക്കും വേണ്ടിയിട്ട് ദ്വാരക്കുന്നുണ്ട്, ഞങ്ങൾക്കും വേണ്ടിയിട്ട് ദ്വാരക്കുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി മറ്റേ ഇതിലേക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളെ കാര്യവും നിങ്ങളെ കാര്യം എല്ലാം ഔലിയാക്കന്മാരെ കറാമത്തോണ്ട്, ഇവിടെ മഴപ്പെട്ട് കിടക്കുന്ന ഉലിന്റെ കറാമത്തോണ്ട് എല്ലാം ശരിയായിട്ട് വരണം. എന്തുദ്ദേശിച്ച മനസ്സിലുണ്ടെങ്കിലും ഒരു രാജകേഷ് കറാമത്തോണ്ട് എല്ലാം ശരിയായിട്ട് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ദ്വാരക്കാൻ പോകുന്നുണ്ട്. ഭയങ്കര കറാമത്തുള്ള ഒരു ദർഗയാണ്. അങ്ങനെ മമ്മൂച്ചാവും അങ്ങനെ ജിയാർത്താക്കിയിട്ട് തന്നെ പോകുന്നു മുമ്പോട്ട്. അല്ല മമ്മൂച്ച ജിയാർത്താക്കിയിട്ടായില്ല നിങ്ങൾക്ക്. അപ്പൊ നമുക്ക് പോവാൻ മുമ്പോട്ടല്ല. വരി ദ്വാരത്തിനല്ലോ എല്ലാവർക്കും വേണ്ടിയിട്ട്. മറ്റേ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദ്വാ ചെയ്യണം, എല്ലാം ചെയ്തിനല്ലോ. ഞാൻ ചെയ്തിന് നിങ്ങൾ ചെയ്തിനോ? ഓക്കെ. അപ്പൊ നമുക്ക് പോകാൻ പറ്റില്ല. ഇവിടുന്ന് മാക്കാമെന്ന് തീരെ വണ്ടിയിൽ ഇരിക്കാൻ പോകുന്നുണ്ട്. വണ്ടിയിൽ ഇരിക്കാൻ പണ്ടായിരുന്നു വണ്ടിയിൽ പോകണ്ടേ, എന്നിട്ട് പോവാ. ഏതായാലും നമ്മൊരു 10-25 കിലോമീറ്ററോളം വന്നിട്ട് നമുക്ക് നമ്മൊരു ഇതേ സ്ഥലത്തിന് പേര് തന്നെ പടിയത്തെടുക്കെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ നമ്മളുള്ളത്. ഇവിടുന്ന് നമുക്ക് നമ്മ പ്ലാൻ ചെയ്ത് ആ സ്പോട്ടിലൊക്കെ പോകുന്നത് ഇവിടുന്ന് റൈറ്റിൽ ഓടിയിട്ട് കയറണം. ഇവിടുന്ന് കുറച്ച് പോകുമ്പോ നമുക്ക് എന്താക്കണില്ല കുറച്ച് സാധനം അങ്ങനെ. അപ്പൊ ഒരു ഗ്രോസറി ഷോപ്പിൽ ഉണ്ട് ഇന്നിപ്പോ. ഇപ്പൊ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഉണ്ട്. ഇപ്പൊ കുറച്ച് സാധനം തക്കാളിയിലും വേണം. തക്കാളിയിൽ എന്തൊക്കെ നമുക്ക് നൈറ്റ് കുക്കിംഗ് ആക്കണ്ട എന്തെങ്കിലും. അതിനുള്ള കുറച്ച് സാധനങ്ങൾ. തക്കാളിക്ക് എത്ര കിലോ? എത്ര തക്കാളി എത്ര വേണം?
തക്കാളി എത്ര? തക്കാളി ഒരു 10 കിലോ എടുത്തോളിയും. ഏതായാലും നമ്മ കുറച്ച് സാധനം മീറ്റായി പോയിട്ട് വണ്ടിയിലിരിക്കുന്നോ. ഇതാ കുറച്ച് സാധനം എടുത്തിനെ. അപ്പൊ നമ്മ ഇപ്പൊ മതി, ഇപ്പൊ തൽക്കാലത്തേക്ക് മതി. വേണമെങ്കിൽ നാളെ വേങ്ങാം. മാണിക്കച്ചപ്പ്. അപ്പൊ ഞമ്മക്ക് പോണ്ടത് ഇവിടുന്ന് നേരെ പിന്നെ ബലത്തോട്ടുള്ള റോട്ടിൽ ഓടിയിട്ട് കയറണം. ഇത് അത്തനാടി പാലാണ്. ഞങ്ങളെ പാലത്തിന്റെ അടുത്തേക്ക് എത്തിയുടെ ഒരു ചെറിയ കൂടുപീടിയെല്ലാം ഉണ്ട്. അപ്പൊ ഇവിടെ ഞമ്മ അത്തനാടി 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 പാലം നിറഞ്ഞിടത്ത് നമ്മ നിന്നിട്ടുണ്ട്. അപ്പൊ ഇതാ അടുത്ത വലിയ പാലം, ഇത് വലിയ പാലവും വലിയ പുഴയാണിത്. പുഴയാണ്. അപ്പൊ ഞമ്മ ഉണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം. ഈ ഭാഗത്തുണ്ട്. ഇപ്പൊ ഇന്ന് നമുക്ക് നൈറ്റ് നമുക്ക് സ്റ്റേ ചെയ്യുന്നിട അറിയാം. നീ ഞാൻ കാണിച്ചു തരാം. കാണിക്കാന്നില്ലെങ്കിൽ ഇതാ ഈ വെള്ളം കടന്നിട്ട് ഞമ്മക്ക് അക്കരെ പോകും. വെള്ളം കടന്ന് എന്നിട്ട് ഒരു ലക്ഷദ്വീപ് പോലത്തെ ഒരു സ്ഥലമുണ്ട്. ആടെ ഞങ്ങൾ സ്റ്റേ ചെയ്യും അല്ല അമ്മച്ചാ. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ പോവാനുണ്ടിരുന്നു. ഇവിടുന്ന് പോവാനെന്ന് പറഞ്ഞെങ്കിൽ കുറെ പോണം. അപ്പൊ കറങ്ങിട്ട് വരേണ്ട അറിയില്ല. അന്വേഷിക്കാം, നമുക്ക് ചോദിച്ചിട്ട് പോവാണെങ്കിൽ. ഇയാൾക്കറിയും, നമുക്ക് അത്ര അറിയില്ല. അപ്പൊ നമുക്ക് ഈ അക്കരെ സൈഡിൽ പോയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ബാക്കി പറയുന്നല്ലോ, അവിടെ കാണിച്ചു തരാം അല്ല. അപ്പൊ നമ്മ ഇവിടെ വരുന്ന വഴിയിൽ എന്താക്കിയില്ലെങ്കിൽ ഒരാളോട് ചോദിച്ചു, പിന്നെ ഇങ്ങനെ സ്ഥലത്ത് നമുക്ക് പോകേണ്ട വഴി കാണിച്ചു തരുമെന്ന്. അപ്പൊ പറഞ്ഞ ഒരു ഷോർട്ട് വഴി ഉണ്ട്, പക്ഷെ റോഡ് ഇത് പാങ്ങില്ല. പിന്നെ എന്തെങ്കിലും വലിയ ഇറക്കും കാര്യങ്ങളെല്ലാം കയറ്റി ഇറക്കെല്ലാം ഉണ്ട്. അപ്പൊ ആ വഴിയിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ നല്ല കേൾക്കുന്നുണ്ട് ഫസ്റ്റ് കയറി ചെറിയ വഴി. ഇത് ഇന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഞമ്മ കുറെ വന്നു ഇങ്ങോട്ട് വന്നിട്ട് നോക്കുമ്പോൾ അപ്പൊ സ്ഥലമൊക്കെ മനസ്സിലായി. ഏതായാലും ഇവിടെ ഒരു പിന്നെ പള്ളിയുണ്ട്. ഈ പള്ളി ഇവിടെ ഒരു സംഘം ഉണ്ട്, നമ്മ പരിചയപ്പെടല്ലേ. എന്തെങ്കിലും പേരെന്ത്? മുനീർ എന്നല്ലേ. അപ്പൊ ഇത് ഏത് പള്ളി? പുതിയ പള്ളി എന്ന് പറയും. പുതിയ പള്ളി എന്ന് പറയാം. അപ്പൊ ഞങ്ങൾ ഇപ്പൊ വന്നൊരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് വന്നത്. അപ്പൊ നിങ്ങളെ പറയാ തന്നെയാ? അതെയാ, ഞാൻ പതിയെടുക്കാൻ വരുന്നതാണ്. പിന്നെ ഇയാള് വെളിഞ്ഞത്ത്. അപ്പൊ നല്ല സ്ഥലം ഉണ്ടെന്ന് അല്ലേ, അവിടെ ബോർഡ് കണ്ടില്ല. അപ്പൊ ഏതായാലും ഒന്ന് അങ്ങോട്ട്. അസ്സലാമു അലൈക്കും. വെരി വെരി സമയം വരി. അപ്പൊ ഞമ്മക്ക് നേരെ അതിലെ പോണോ അല്ലേ ബ്രോ? നേരെ അതിലെ പോയാൽ മതി. ഉള്ളിലൊക്കെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. നല്ല സ്പോട്ടാ. നല്ല സ്പോട്ട്. അപ്പൊ അറിയുന്നിട്ട് നല്ല സ്ഥലം തന്നെ പറയുന്ന സ്ഥലമാണ് അല്ലേ? ആ ശരി. അപ്പൊ ഈ ലൈൻ തന്നെ ഇതിങ്ങനെ പോണം അല്ലേ? ശരി. പിന്നെ ഇവിടെ ഈ പാണ്ടി എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ അടുത്തില്ലേ? കുറച്ച് പോണം. അപ്പൊ ഈ ചെക്ക് പോസ്റ്റ് നാടെ മറ്റേ ഈ അനിമൽസ് വൈൽഡ് അനിമൽസ് എല്ലാം ഉണ്ടല്ലോ, പുലിയല്ലേ? പുലി വന്നെ അതിന്റെ അടുക്ക്. അപ്പൊ കണിയിൽ കുടിക്കാം. ആ ശരി. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ആ പാണ്ടി എന്ന് പറഞ്ഞ സ്ഥലം ഇതേ ഭാഗത്തന്നെ. അപ്പൊ ഇവിടുന്ന് പോയെങ്കില് അവിടെ പുലിന്റെ ശല്യങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ആന ഇറങ്ങാറുണ്ടല്ലേ? ആനയൊക്കെ ഇറങ്ങാറുണ്ട്, കാട്ടുമൃഗങ്ങളൊക്കെ കണ്ടോ? അവ പറയുന്നുണ്ടല്ലേ കുറച്ചോത്തം കൈ എന്തെങ്കിലും ഇതാ ഈലും വരുത്തുണ്ട്, പുലി ആനെല്ലാം വരുത്തുണ്ട്. വലിയ കാടല്ല. അപ്പൊ നമ്മ പോകുന്നത് ആ കാട്ടിലേക്ക് തന്നെ. ഏതായാലും നമ്മ ഇങ്ങനത്തെ അഡ്വഞ്ചർ ആയിട്ട് തന്നെ ചെയ്യാം. വീട് ഏതായാലും കാടെങ്കിലും കാട് പ്രശ്നമല്ല. അപ്പൊ നമുക്ക് ഏതായാലും നമ്മ അങ്ങോട്ടേക്ക് പോകാല്ലേ. ഞങ്ങളെ കുറച്ച് ലഗേജും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ എല്ലാം എടുത്തിട്ട്. അപ്പൊ നമ്മളെ വീഡിയോ ഒന്ന് നോക്കിയത് ഒന്ന് സപ്പോർട്ട് ചെയ്തത്. എന്തെങ്കിലും പേരെന്ന് പറഞ്ഞാൽ ചോദിക്കാൻ മറന്ന് മുനീർ നിങ്ങൾ ചോദിക്കുന്നതല്ലേ. അപ്പൊ എന്റെ പേര് ഇംതിയാസ്. അപ്പൊ സപ്പോർട്ട് ചെയ്യണോ? അസ്സലാമു അലൈക്കും. ആ ശരി. അപ്പൊ എന്റെ പേരെന്ത്? കത്തി വേണോ? സ്വന്തം നാട് വീട്ടില കുക്കില കർണാടക സെറ്റ് അത്. ആ ശരി. ഇവിടുന്ന് കർണാടകത്തേക്ക് അടുത്തിട്ടല്ലോ ഏകദേശം 65 കിലോമീറ്റർ. കർണാടകത്തേക്ക് 10 കിലോമീറ്റർ കർണാടകമായി. ഇപ്പൊ നിങ്ങൾ അവിടെ പോവാൻ കഴിഞ്ഞ പോലെ തോന്നുന്നുണ്ടല്ലോ അവിടെ ചായ കുടിച്ചിട്ട്. അപ്പൊ നമുക്കൊരു ഉസ്താദിന് പിന്നെ ഇവിടെ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ വളരെ സന്തോഷമായി. അപ്പൊ ഏതായാലും ഇയാളെന്തൊരു ആവശ്യത്തിന് ഫോണെയാണ്. അപ്പൊ ചായ എല്ലാം കുടിച്ചിട്ട് വരട്ടല്ലേ. അപ്പോൾ ഞങ്ങൾ ഒന്ന് ഇങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ ഇന്ന് നൈറ്റ് ആ ഭാഗത്ത് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കാൻ. അതേപോലെ ഇത് വെച്ച് വരുന്നത്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അപ്പോൾ എൻ്റെ പിന്നെ എൻ്റെ പരപ്പതി എടുക്കത്ത്. അപ്പോൾ നമുക്ക് വരുന്ന വഴിയിൽ ഒരാളെ പരിചയപ്പെടാൻ കിട്ടി. നിങ്ങളെ പേര് പറഞ്ഞ്? ജുനൈദ് എന്നിരിക്കുക. അപ്പോൾ അയാൾ നമുക്ക് പയ്യെല്ലാം ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ആൾ പുറപ്പാവാണ്. അപ്പോൾ ഇതാ നമുക്ക് ഇതാ ഈ ലൗഡിട്ടല്ല പോകേണ്ടത്. ജുനൈച്ച അല്ല
ആ അപ്പോൾ ഇതിനെ മഴക്കല്ലിൽ വെള്ളം ഭയങ്കരത്തിൽ ഇറങ്ങുന്നുണ്ടാന്ന്. ആ ആ ആ കുളിയെല്ലാം കഴിഞ്ഞിട്ട് വരുന്നുണ്ടല്ലേ. അപ്പോൾ നല്ലൊരു അതെയോ. ഹായ് ബ്രോ, എവിടെയാണ്, എന്താണ് പരിപാടി? അപ്പൊ ഇതാ ഞമ്മ കുറച്ച് ചങ്ങായിമാരെ കിട്ടി, ഇതാ കുളിച്ചിട്ട് വരുന്നുണ്ടല്ലേ. കുളിക്കാനല്ല പാങ്ങല്ലോ തോട്ടിലല്ലോ, അല്ല പോയാലോ ഇത് പോയാലോ. പിന്നെ എന്ത് ചെയ്യുന്നു, എന്ത് പേരൊന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തോ? ഫക്രുദ്ദീൻ. ആ നിങ്ങളത് മണിയുടെ ഇടന്നെ പോരെ, എന്നാ പഠിക്കുന്നുണ്ടോ? ഞാൻ ചെറിയൊരു യൂട്യൂബിൻ്റെ ഭാഗമായിട്ട് വന്നു. ഞാനൊരു ബ്ലോഗറാണ്, ഒരു ബിഗിനറായിട്ടുള്ള മൈ ട്രാവൽ ക്യാമ്പിംഗ് യൂട്യൂബ് ചാനലാണ്. ഇവിടെ ഒരു വീഡിയോ ചെയ്യാന്നുള്ളൊരു ഇൻട്രസ്റ്റോടെ വന്നില്ലേ ബ്ലോഗിങ്. എൻ്റെ ക്യാമ്പിങ്, സോളോ ക്യാമ്പിങ്ങിൽ ചെയ്യുന്നു ഞാൻ പതിയെടുക്കത്ത്. ഇന്ന് നമുക്ക് അങ്ങോട്ട് ചെയ്യുന്നു, ആടെ ആ സൈഡിൽ അക്കരയിൽ. എന്താ അടക്കം ഒരു പേരുന്ന്, ചിർത്തട്ടിയാ? ആ ചിർത്തട്ടി എന്ന് പറഞ്ഞ ആ സ്ഥലമാണ്. അല്ല നമുക്ക് അറിയില്ല, അങ്ങനെ വരേണ്ട വയ്യറില്ല, എൻ്റെ പതിയെടുക്കത്തില്ല. അപ്പൊ ഞമ്മക്ക് ഏതായാലും നമുക്ക് കണ്ണൂർ ഇങ്ങോട്ടേക്ക് പോകണം നടന്നിട്ട്. കണ്ണൂരില്ലേ? കണ്ണൂർ ഇതൊന്നും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് മമ്മൂച്ചക്ക് തിരക്കയിനിപ്പോ കണ്ണൂരില്ലേ. ഈ മലപ്പുറത്തെ മറ്റേ യൂട്യൂബർ വിളിക്കുന്നുണ്ടല്ലോ, ആടെ ഇല്ലാന്ന് പെരുമ്പൊക്കെ ഉണ്ട് ചോദിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ഞമ്മക്ക് ഏതായാലും നമുക്ക് ഇല്ലെന്ന് ഒന്ന് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് നല്ല കിടക്കാം അല്ല. ഇത് നല്ല സൂര്യൻ്റെ അല്ലേ, ഇത് നല്ല രസമുണ്ടാവും, നല്ലൊരു സ്ഥലം, നല്ല പാങ്ങുണ്ട് കാണാൻ, അടിപൊളി സ്ഥലം. ബാക്കി നമുക്ക് അങ്ങനെ ചെയ്യാം വീഡിയോ. എന്തായാലും പാവ നമ്മളെ പിള്ളേരെ നമ്മളെ സഹായിച്ചിട്ടുണ്ടാവും, കുറച്ച് സാധനങ്ങളെല്ലാം എടുത്തിട്ട്. ഞാൻ ചെല്ലിയതല്ല, അവരെന്നെ പറഞ്ഞു എന്നോട്, നിങ്ങൾക്ക് ഞങ്ങൾ അവർ ഹെൽപ്പ് ചെയ്യാം, കാരണം എന്തില്ലെങ്കിൽ ഈ വെള്ളത്തിലെ കൂട്ടിയിട്ട് നമുക്ക് അങ്ങോട്ട് കിടക്കണം. നല്ല പാവം പിള്ളേരാണ്, അപ്പോൾ ഓരോന്ന് ഹെൽപ്പാക്കി തരാമെന്ന് പറഞ്ഞ്. പിന്നെ സാധനം എടുത്ത് നമ്മളെ വെള്ളത്തിൻ്റെ അത്ര മുട്ടിൻ്റെ അടുത്തോളം വെള്ളമുണ്ട്. ഇപ്പോൾ ഈ നമ്മൾ പോകണമെങ്കിൽ ഇതിൽ പോയിട്ട് പോകാൻ എന്തെന്നൊന്നും അറിയില്ല. അപ്പം ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കടന്നിട്ട് ഇങ്ങനെ പോയതിനുണ്ട്. ലഗേജ് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുണ്ട്, കുറച്ച് ലഗേജ് കൊണ്ടുവരും. പിന്നെ ബാക്കി എൻ്റെ ഞാനിപ്പോൾ സൂത ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. നല്ല ഉക്കുണ്ടാവും ഇതേടെ ഉണ്ടോ, നല്ല ഉക്കുണ്ട്. കാറുണ്ട്. എടാ മോനെ, ഇവിടെ കുയ്യുണ്ടോ ഈ ഭാഗത്ത്? ഇപ്പൊ ഏതായാലും പറയുന്ന കുയ്യില്ല, നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ പോവാം. പോയിട്ട് ഏതായാലും പിന്നെ അപ്പുറത്തെ ഇതാക്കിട്ട് പോയ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. നല്ല കുളിക്കാൻ നല്ല ഭാഗമുണ്ടാവും, നല്ല വെള്ളം. കാട്ടിലല്ലേ നമുക്ക് വയ്യ കുളിക്കാൻ. ഇവിടെ മീനെല്ലാം വരുത്തണ്ട രാത്രി, വലിയ മീനെല്ലാം വരുത്തണ്ട, കൊത്തുന്ന മീന്. അതാ മറ്റേ ബിരാലെല്ലാം വരുത്തുന്നത്. ഇതാ ഇവിടുത്തെ ഒരു ഓവറോൾ വ്യൂ നോക്കി, എന്തൊരു രസമുള്ള സ്ഥലമാണ്, സൂപ്പർ പ്ലേസ് ആണ്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. പിന്നെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ നല്ലൊരു സ്പോട്ട് നോക്കിയിട്ട് നമുക്ക് നാളെ പോവാം. നമ്മളെ പിള്ളേരുണ്ടല്ലോ, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടൊക്കെ നല്ല പിള്ളേരാട്ടെ. എന്തില്ലെങ്കിൽ ഓരോ കുളിക്കുന്നുണ്ട് അതിനടെ, കുളിക്കുമ്പൊക്കെ പോറ് നമ്മളെ സാധനം എല്ലാം ഉണ്ടല്ലോ, പോറിന് പറഞ്ഞു ഹെൽപ്പാക്കാൻ. അപ്പോൾ ഞാൻ മൃഗങ്ങളുണ്ടെന്ന് പറയുന്നത് എന്നോട് വേറെ ആളും പറഞ്ഞത്, ഞാൻ നിൽക്കുമ്പോക്ക് സൂക്ഷിക്കണോന്ന്. ഞങ്ങൾ ഇപ്പം വീട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതിനെ കൊണ്ട് ഏതായാലും ചെയ്യുക ചെയ്യും. ഉണ്ടാവും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി. ഞങ്ങളെ വരുമ്പോൾ തന്നെ എടുത്തൊരു അവസ്ഥ, അന്തരീക്ഷം കാണുമ്പോൾ കാണാറുണ്ട്. രാത്രി ആകുമ്പോഴെല്ലാം വരുമായിരുന്നു. ഈ കുട്ടികളെ ചെല്ലുന്ന ഇപ്പോൾ ഇവിടെ മൃഗങ്ങൾ ഒരുപാടുണ്ട്, കാട്ടുപോത്തുണ്ട് പുള്ളിമാരെ. അപ്പൊ ഞങ്ങക്ക് പറഞ്ഞെങ്കിൽ ശരിക്കും പറഞ്ഞെങ്കിൽ ഈ ബൈല ഞങ്ങക്ക് പോകുമ്പില്ല, വളരെ എക്സൈറ്റഡ് ആണ് ഞാൻ. കാരണം ഇതുപോലത്തെ ഒരു സ്ഥലത്ത് ഞാൻ പോയിട്ടില്ല. അപ്പൊ അതിനെ കൊണ്ട് നല്ലോണം ഞങ്ങക്ക് എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ നടക്കുന്നുള്ളത്. ഇതിലെ കൂടിയിട്ട് പോണം. പിന്നെണ്ട് ഇപ്പൊ കാട്ടിന്റെ ഉള്ളിലാണ് പോകുന്നത്. ഈ വീഡിയോ എല്ലാവരും നോക്കണം, പ്രത്യേകമായിട്ട് നോക്കാതിരിക്കണ്ട. ലൈക്ക് ചെയ്യാ, ഭയങ്കര മുള്ളാണ്, പിന്നെ മുള്ളിലെല്ലാം ബലിച്ചു പോകുന്നതാണ്. നിന്റെ പേരെന്തവന്? റാസിക്ക്. മറ്റേ ഈ മുള്ളിന്റെ ഭയങ്കര പിടുത്താണ്. നല്ല കൊറേ പോണോ മോനെ, മറ്റേ ഇതില്ല വാട്ടർ ബാഗ് നോക്കടാ. ഹായ് ഹായ് എല്ലാവരും അതെ യൂട്യൂബിൽ വരും. അപ്പൊ ഇപ്പൊ നമ്മ വലിയ കാട്ടിലാണ് പോകുന്നുണ്ട്. മറ്റവന്റെ പേരെന്ത്? ആ ചെറിയണ്ടത് സലാദ് എന്നാണ് ഉണ്ട്. മമ്മൂച്ച പോയി. അപ്പൊ നമ്മ പോയിക്കൊണ്ടിരിക്കാണ്. നമ്മളെ പിള്ളേര് വാട്സാപ്പിൽ സ്പോട്ട് കിട്ടി. നമുക്കിന്ന് നൈറ്റ് സ്റ്റേ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിലിപ്പോൾ വളരെ ഹാപ്പിയാണ്. കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നു വരാൻ വേണ്ടിയിട്ട്. എന്തായാലും ഭയങ്കര മുള്ളും കാര്യങ്ങളായി.
സൂര്യനെ ഏകദേശം അസ്തമിക്കാനായിക്കൊണ്ട് വരുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അല്ലേ? ഇതാ നല്ലൊരു പ്ലേസ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ടെൻറ്റ് സെറ്റ് ചെയ്യാം. മൃഗങ്ങളല്ലാത്ത നമുക്ക് ആടുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുക എന്തുണ്ടാന്ന് പറയാൻ പറ്റില്ല. അതിപ്പോൾ അവർക്ക് പറയാൻ പറ്റില്ല, എനിക്ക് പറയാൻ പറ്റില്ല, മമ്മൂച്ചാക്കും പറയാൻ പറ്റില്ല. അത് രാത്രി ചിലപ്പോൾ എന്ത് വരുന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ആന വരാം, ആന ഉണ്ട് തന്നെ അടുത്ത് പറഞ്ഞുതരാം. പിന്നെ പുലി ഉണ്ടെങ്കിൽ പുലി ഉണ്ടാവും. അല്ല കുതിര ഉണ്ടാവാം. കുതിര പിന്നെ ഉണ്ടല്ലേ നമ്മളെ മമ്മൂച്ചൊക്കെ. സൂര്യൻ്റെ അസ്തമയം നിങ്ങൾക്ക് കാണാൻ പറ്റൂടെ. ഇതിനെ പിടിച്ചേരാം. നല്ല കഷ്ടപ്പാടുണ്ടോ? കഷ്ടപ്പാടില്ല, നല്ല പാങ്ങുണ്ട്. കോട വന്നെങ്കില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന കഥയാണ്, നല്ല കോട വന്നെങ്കിൽ അതിന്റെ ഒരു രസം ഉണ്ടാവും എപ്പോഴും കാലത്ത്. ക്യാമറ ഓൺ ആക്കി രാവിലെ കാണിക്കും. ഞങ്ങൾ രാവിലെ 5 മണി 5 മണിയാകുമ്പോൾ കാണിച്ചിട്ടുണ്ടാവും. അവിടെ ഏത് കാട്ടിൽ പോയിട്ട് കിടന്ന 5 മണി ഇത് ഇടാലോ. അത് മീത്തൊക്കെ ഇടുന്നയാ. ഇപ്പൊ ടെന്റ് പണി ഏകദേശം കഴിഞ്ഞു. അപ്പം അങ്ങനെ നല്ല മനോഹരമായിട്ട് തന്നെ നമ്മളെ ടെൻ്റെല്ലാം സെറ്റാക്കിയിട്ടായി. അപ്പോൾ പിന്നെ കുറച്ച് കുക്കിങ്ങിൻ്റെ പരിപാടിയെല്ലാം ചെയ്യണ്ടേ ഇപ്പോൾ. എല്ലാം ഊതിയത് അതെ നല്ല അടുപ്പാക്കാലോ. 2-3 കിട്ടിയ പിള്ളേർ കട്ട സപ്പോർട്ടാണ്. ഒന്ന് പേരെല്ലാം പറയും. എൻ്റെ പേര് നൗമാൻ. നൗമാൻ അല്ലേ? എന്താ പഠിക്കുന്നുണ്ടോ? 10ാം ക്ലാസ്. ആ ശരി. എവിടെ പഠിക്കുന്നത്? പാണ്ടി. പാണ്ടി വലിയ ഫോറസ്റ്റ് ഉള്ളത് അവിടെ പുലിന്റെ ബോർഡെല്ലാം ഉണ്ട്. ഞാൻ കണ്ടില്ല ഒരു പ്രാവശ്യം, ഞാൻ പറഞ്ഞു. അപ്പൊ മോന്റെ പേരെന്ത്? സനാദ് പഠിക്കുന്നത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പൊ മോന്റെ പേരെന്ത്? ആ ശരി. പ്ലസ് വൺ ആദൂർ പഠിക്കുന്നു. അതാടാ. ഇപ്പൊ നമ്മളിപ്പോ പിന്നെ ഈ കാട്ടിൻ്റെ ഉള്ളിലേക്ക് എത്തി. ഇപ്പോഴത്തെ ചുറ്റുപാട് നിങ്ങൾ കണ്ടില്ല. ഇതിൻ്റെ നടുവിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഇതാ. അപ്പോൾ ഇനി ഏതായാലും ഇപ്പോൾ നമുക്കൊന്ന് ചായ വെക്കാം. ആ പരിപാടികൾ നടത്താം. ചായൻ്റെ പരിപാടി. ചായ വെച്ചിട്ട് കുടിക്കണം ഏതായാലും. കാറ്റുണ്ടാവും ഇങ്ങനത്തെ പോലെ. ഇത് നമ്മളെ ഇത് രാത്രിത്തേക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണം. അപ്പം ഞമ്മയിപ്പോൾ ഉണ്ടെന്നുണ്ടല്ലോ, ഈ ഞമ്മയിപ്പോൾ നിന്നിട്ട് ടെൻ്റ് അടിച്ചതിൻ്റെ ചുറ്റുപാടും പുഴയാണ്. അപ്പോൾ പുഴേൻ്റെ നടുവിലാണ് ഇപ്പോൾ ഞമ്മ നിന്നിട്ടില്ല. ഇതിൻ്റെ ചുറ്റുപാടും പുഴ. അപ്പോൾ ഇവിടെ ഒരു മനുഷ്യന്മാർ ഒരു പുര കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഈ കാടും ഈ പുഴേൻ്റെ നടുവിലാണ് നമ്മൾ അല്ല അമ്മച്ച. അപ്പോൾ മൃഗങ്ങളെല്ലാം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പടച്ചോനറിയും എന്തെല്ലാം ഉണ്ടെന്ന്. ഇനി എന്തുണ്ടെങ്കിലും നമ്മൾ നിൽക്കാണ്ട് വയ്യില്ലല്ലോ, നിൽക്കും എന്തായാലും. ഞങ്ങൾ ചായ എല്ലാം വെക്കുന്നുണ്ട്. ചായ വെച്ചിട്ട് ഫുഡെല്ലാം ആക്കിയിട്ട് ഞങ്ങൾ എന്തെങ്കിലും ആക്കി തിന്നിട്ട് ഫുഡെല്ലാം ചായ തളിച്ചോണ്ട് വരുന്നുണ്ട്. അതിപ്പോൾ ഞങ്ങൾ തൽക്കാലത്തേക്ക് കുറച്ച് അവിലും മെല്ലെല്ലാം കൂട്ടിയിട്ട് ചായ അടിക്കരച്ചല്ലേ മമ്മൂച്ച. ഇങ്ങോട്ടൊക്കെയാ ഒരിക്കൽ നോക്കിയിരുപ്പാ. ഭയങ്കര തിരക്ക്. ഇതാ കുത്തിപ്പൊടിയാക്കുന്നുണ്ട്. ഇതാ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കിൻ്റെ ഫുഡ് ഉണ്ടാക്കാം. അപ്പോൾ ഏതായാലും നമുക്കൊന്ന് ഉള്ളിയെല്ലാം കട്ടാക്കിയിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം നടത്താം. കത്തിയുണ്ട് ഞങ്ങോ? കണ്ടിട്ടേ കത്തി നല്ല ഇങ്ങനത്തെ അറിയില്ലേ? കത്തി എന്ന് പറഞ്ഞ സാധനം തന്നെ. ഇതാ ഉണ്ടോ? ഇതാണ് കത്തി. അപ്പൊ നമ്മളേതാ ഫയർ ക്യാമ്പിങ് നല്ല കുറച്ച് തീയെല്ലാം ഇട്ടിട്ട് നമുക്ക് കായാം. ഞാൻ തുണിയെല്ലാം മാറ്റി പിടിച്ചെല്ലാം റെഡി ആയിരുന്നു. ചെറിയ തണുപ്പുണ്ട്. കൂട്ടായിട്ടത് കത്തിക്കാൻ പാടില്ല. അപ്പോൾ ഇതെന്ത് ചപ്പല? അടിപൊളിയാണ് നമ്മളെ ഫയർ ക്യാമ്പിങ്. സൂപ്പർ. ഏതായാലും നല്ല പാങ്ങായിന് സംഭവം. പൊളിച്ചിനവാ. എന്താ മുച്ചാക്കുന്നത്? കൊന്നാകെ തീ കൊടുക്കും. നിങ്ങൾ നല്ല മജായിനോ ഫയർ ക്യാമ്പിങ്? അവ
ഞങ്ങളെ ഫയർ കമ്മിങ് സൂപ്പർ പൊളിച്ച്. ഇത് വലിയൊരു ആഗ്രഹമായിരുന്നു ഫയർ കമ്മിങ് ചെയ്യണം. നല്ല തണുപ്പുണ്ടോ? അതൊന്നും ഇട്ട് കത്തിക്കണ്ട. അല്ല ഏതായാലും ഞമ്മടെ തീയിടണം. അല്ല മൃഗം ഉണ്ടെങ്കിൽ തീയിട്ടെങ്കിൽ നല്ല. അപ്പൊ ഏതായാലും 10:30 മണി കഴിഞ്ഞ് ഞാനിപ്പോ മമ്മുച്ച ഞാൻ കിടന്നിട്ട് ഉറങ്ങാൻ പോകുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ ഇന്ന് ടെന്റ് ഇട്ടിട്ടുണ്ട്. സ്ഥലം അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഒരു നടുവിലാണ്, ഒരു ദ്വീപ് പോലത്തെ, ഒരു ലക്ഷദ്വീപ് പോലത്തെ സ്ഥലത്ത്. ഇപ്പൊ ഇവിടെ എന്തെല്ലാം മൃഗം ഉണ്ടെന്ന് പറയാൻ പറ്റും. സ്ഥലത്തിന്റെ പേരാണ് ചിർത്തൊട്ടി. ചിർത്തൊട്ടി ആണ് എനിക്ക് പേര്. പഴശ്ശിനി പുഴ. അപ്പൊ ഏതായാലും പിന്നെ ബാക്കി പുറത്തെ കാഴ്ചകളെല്ലാം ഒന്നും കൂടി നമുക്ക് നാളെ രാവിലെ കാണിച്ചു തരും. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടിട്ട് നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണം. ദുആ ചെയ്യണം. പിന്നെ കാട്ടില് ഭയങ്കര കാട്ടിലാണ് ഉള്ളത്. അതെ, ഏത് സമയത്ത് മൃഗങ്ങളോ ഏത് കാട്ടുപോത്തോ പുലി വരാനും ഇറങ്ങാനും സാധ്യതയുണ്ട്. നിങ്ങൾക്കറിയാം പാണ്ടിന്റെ സൈഡാന്നുള്ളത്. പാണ്ടിന്റെ സൈഡാണ് ഉള്ളത്. കുറച്ച് ദൂരം മാത്രം ഉള്ളത്. മിഞ്ഞാന്ന് പാണ്ടി ഭാഗത്ത് പുലി വന്ന് എല്ലാവർക്കും അറിയത്. പിന്നെ കാട്ടുപോത്തെല്ലാം ഉണ്ടാന്ന് പറഞ്ഞ. പിന്നെ ഇത് പുലിയുണ്ട്. പുലി ഏതായാലും നോക്കാം. അപ്പൊ ഒന്ന് പുലി ഒന്ന് പിടിക്കാതിരിക്കട്ടെ നിങ്ങൾ ചെയ്യണം. അപ്പോ ഇത് പുലി ഇറങ്ങാനും സാധ്യത ഉണ്ടെങ്കിൽ എന്താക്കാൻ പറ്റില്ല. പുലി വന്നെങ്കിൽ എന്താക്കാൻ പറ്റില്ല നമുക്ക്. ഇവിടെ ഓടാനും പാടില്ല. ഓടാനൊന്നും പറ്റില്ല. ഇത് വെള്ളമല്ല എനിക്ക് ചുറ്റുപാടും. ഇത് ഞങ്ങൾ വെള്ളത്തിന്റെ നടുവിലാണ്. നേരെ വരാൻ വേണ്ടിട്ട് നിങ്ങൾ ദുആ ചെയ്യണം. നേരെ മുൾക്കോളം ഏത് മൃഗത്തിന്റെ ശബ്ദം ഇല്ലാതെ നിങ്ങൾക്ക് നേരെ ഇവിടെ കിടന്നിട്ട് ഉറങ്ങാനുള്ളത്ര തോന്നിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടിട്ട് നിങ്ങൾ ദുആ ചെയ്യണം. വളരെ ദൂരത്താണുള്ളത്. നിങ്ങളെ കാണാനും പറ്റില്ല. ഞങ്ങൾക്ക് ഇത് ആരെ വിളിച്ചിടാൻ പറ്റില്ല. ഇവിടെ വിളിക്കാൻ ആരില്ല. ചുറ്റുപാട് പോരൊന്നുമില്ലല്ലോ. ഈ ചുറ്റുഭാഗത്ത് ഇപ്പൊ കടല് പോലെയാണ്. ലക്ഷദ്വീപ് പോലെ കടൽ, ഈ വെള്ളത്തിന്റെ നടുവ് കടല് പോലെയാണ് ഇത് പോയത്. അപ്പൊ അല്ല പറഞ്ഞ പോലെ. അപ്പൊ നമുക്ക് ബാക്കി കാഴ്ചകളെല്ലാം നാളെ കാണാം. അപ്പൊ ഗുഡ് നൈറ്റ്. ഞങ്ങൾ ഉറങ്ങാൻ പോകുന്നുണ്ട്. ഗുഡ് നൈറ്റ് പറയും. ഗുഡ് നൈറ്റ്. പണ്ട് ലൈക്ക് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യുക, മാത്രം ഞാൻ പറയാനുള്ളത്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ് എവരിവൺ. നേരം വെളുത്തവാ, പക്ഷിയെല്ലാം കൂക്കുന്നുണ്ട്. രാത്രി വലിയ തണുപ്പുണ്ടായിട്ട് എങ്ങനെയൊക്കെ ഉണ്ടായില്ല. അത്യാവശ്യം തണുപ്പ്. പിന്നെ ഇതിന്റെ മുകളിലൊക്കെ ടോപ്പ് ഇട്ടെങ്കിൽ അത്ര തണുപ്പ് അറിയേയില്ല ഇതില്. മമ്മൂച്ചതാ ഉറങ്ങുന്നുണ്ട്. രാത്രി എണിച്ചിരുന്നുണ്ട് എന്തെല്ലാം ആയിക്കൊണ്ടായിന്. നമ്മ പുറത്ത് ഇറങ്ങാലേ. അയ്യോ, നല്ല നേരം പളപളാപളത്തോണ്ട് വരുന്നുണ്ട്. ഞാനിത് സംഭവം പിന്നെ ഇന്നലെ രാത്രി മറ്റേ ലൈറ്റ് എടുത്തിട്ട് പുറത്ത് വെച്ചിന്. എന്തെങ്കിലും മൃഗം വന്നെങ്കിൽ മൃഗത്തിന് കാണട്ടെന്ന് പറഞ്ഞിട്ട് വാം ലൈറ്റ് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട്. ഇതെന്ത് ഇയാൾ ബലൂണെല്ലാം കെട്ടി തൂക്കിന്. അപ്പൊ എന്താക്കി പുറത്തിരുന്നത് അയാൾ ബലൂണെല്ലാം ഹാപ്പി ബർത്ത്ഡേ തന്നെ ബലൂണെല്ലാം തൂക്കിട്ട്. മമ്മൂച്ച മമ്മൂച്ച നേരം വെളുത്ത് എനിക്ക് ഇപ്പൊ എൻ്റെ അടുത്തേക്കെല്ലാം പോയിട്ട് വരാ. മമ്മൂച്ച ഇപ്പൊ നല്ല തണുപ്പുണ്ടാവാ. അങ്ങനെ നമ്മളെ ചായ തളിച്ചോണ്ട് വന്നോ. ഇതാ കണ്ടോ മമ്മൂച്ച. ഏതായാലും ഇപ്പൊ എനിക്കില്ലാന്ന് തോന്നുന്നുണ്ട്. ബന്ധക്കല്ലേ തളിച്ച് മേളെ പാമ്പൾക്ക് ചായ വെച്ചിട്ട് കുടിച്ചിട്ട് നമുക്ക് ചായ കുടിച്ചിട്ടൊന്ന് പോയിട്ട് അതിൻ്റെ അടുത്തേക്കെല്ലാം പോകണം. പോയിട്ട് പാത്രമെല്ലാം കയറ്റി വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പാക്കപ്പ് ആണ്. അങ്ങോട്ട് നല്ല കോട ഉണ്ടാവും ആ ഭാഗത്ത്. നല്ല ചായ എല്ലാം ആക്കിയിട്ട് ഇപ്പൊ കുടിച്ചിട്ടായില്ല. ചായ കുടിച്ചിട്ട് പാതിയായി. ക്യാമറ ഓൺ ആക്കുമ്പോൾ പാതി. മമ്മൂച്ച എണിച്ചിട്ട എനിക്കും പണിക്കെട്ട്. പിന്നെ രാവിലെ ചെറിയ ഒരു സംഭവം ഉണ്ടായി. എന്തില്ലെങ്കിൽ പിന്നെ രാവിലെ ഒരാൾ വിളിച്ചിട്ടൊരു പുതിയൊരു നമ്പറാണെന്ന് വിളിച്ചിട്ട് പറഞ്ഞ് ഇപ്പം നിങ്ങൾ രാത്രി അവിടെ സ്റ്റേ ചെയ്തത്
പിന്നെ ആ സ്ഥലം എങ്ങനത്തെ അറിയോ? നിങ്ങളെ സ്ഥലം എവിടെ വെച്ചാൽ ആദ്യം നമ്മൾ കാസർഗോഡ് ഭാഗത്തിന്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് പിന്നെ നമ്മളിങ്ങോട്ട് ഈ പുലി കാര്യങ്ങൾ ആനെല്ലാം ഉണ്ടോ അതെല്ലാം അറിയുന്നില്ലേ? അപ്പോൾ നിങ്ങൾ രണ്ടാൾ പിന്നെ വന്നിട്ട് തനിച്ചിട്ട് വന്നിട്ട് എങ്ങനെ ക്യാമ്പ് ചെയ്തത്, നൈറ്റ് ക്യാമ്പ് ചെയ്തെന്ന് കുറേ പറഞ്ഞ്. പുലി ആന അതെല്ലാം ഉണ്ട് സ്ഥലമല്ലേ. അപ്പം അയാൾക്ക് ഇപ്പോൾ പറയാമല്ലോ എന്തായാലും. ഇപ്പം നമുക്ക് വീഡിയോ വേണമല്ലോ. ഇപ്പോൾ നമുക്ക് ആനല്ല പുലിയ നെരി എന്തുണ്ടെങ്കിലും നമുക്ക് വീഡിയോ വേണ്ടേ. അപ്പം അത് അയാൾക്ക് മനസ്സിലാവില്ല എന്തായാലും. നമ്മൾ കുറേ പറഞ്ഞു. അപ്പം ഞാനും പേടിക്കാനില്ല. ഞങ്ങൾ നല്ല സേഫ്റ്റിയിൽ കടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി. സംഭവം പൊളിയാണ്, നല്ല രസമുണ്ട്. നല്ല വെള്ളം എങ്ങനെ ഉണ്ടാവും, നല്ല ചൂട് വെള്ളം. നമുക്കിപ്പോൾ കുളിക്കണം എന്തായാലും. മമ്മൂച്ചാനെ വിളിച്ചിട്ട് വന്നില്ല, ഞാൻ എന്താക്കാന് അതിൽ എനിക്കില്ല അത്ര ഇതാണ്. ആൾക്ക് തോന്നുമ്പോഴൊക്കെ എനിക്കില്ല. അപ്പം നമുക്ക് പാത്രം ഒന്ന് കൈറ്റ് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് പോകാമല്ലോ. അപ്പോൾ കുറച്ച് എളുപ്പമില്ല, നമുക്ക് നല്ല വെള്ളം കാര്യമെല്ലാം കിട്ടിയിട്ടാകുമ്പോൾ. ഇങ്ങനെ ചെയ്തെങ്കിൽ നമുക്ക് നല്ല കൈറ്റൊന്ന് വൃത്തിയാക്കി വെച്ചെങ്കിൽ അത്ര ഒരു സമാധാനം. നമ്മളെ വീഡിയോ അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കാം. നല്ല ക്ലീൻ. അപ്പൊ ഏതായാലും സംഭവം സെറ്റായി. എന്തെല്ലെങ്കിൽ കുളിച്ച് ഞാൻ തോർത്തെടുത്തിട്ടേ, ഞാൻ കുളിച്ച് തലം തോർത്തിട്ട. പിന്നെ പാത്രം കഴിയിട്ടല്ലേ ഇതാ ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടാ സൂപ്പർ ആക്കിയിട്ട് ക്ലീൻ ആക്കി. മാത്രമേ ഇതാ ഇതിനെല്ലാം പോയി കൊണ്ടുവന്നാണ് പണി. ഇത്ര സാധനം ഇല്ലാണ്ട് നമുക്ക് ശരിയാകുന്നില്ല കുക്കിംഗ് ആക്കാനും. അതിന് സാധനം പണം ഇത്. അപ്പൊ നമ്മൾ ഈ ഓരോരോ കാട്ടിലേക്കും പിന്നെ ഓരോരോ പോയിന്റ് അടുത്തൊക്കെ നമുക്ക് ഇതിനെ കൊണ്ടുപോകണമെങ്കിൽ ഉണ്ട പണി ഉണ്ടല്ലോ. ഓ എന്തോ ഒരു പണി തന്നെയാണ്. രണ്ടോട്ടെല്ലാം ഒരത്തിൽ വെച്ചിട്ട് പിന്നെയും പോകണ്ടായിരുന്നു. ഇന്നലെ അങ്ങനെ ആക്കിയത്. രണ്ടോട്ടം പോയി എന്നിട്ട് മവ് എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പം ലൈക്ക് ചെയ്യണം. അപ്പം സപ്പോർട്ട് ചെയ്യാത്ത ആളെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നല്ല ബിയാണ് ഇടല്ലേ. നല്ലതാ സൂര്യനെ കാണുന്നുണ്ട് ഇവിടെ. പിന്നെ കുറേ ഞാൻ അങ്ങോട്ട് പോയിട്ട് എന്താ പറയുക സംഭവമുണ്ട്, ഭയങ്കര ഉക്കുണ്ട് അവിടെ. ഇവിടെ പോയിട്ട് പോയെങ്കിൽ ആർക്കും അറിയില്ല, ആളില്ലല്ലോ. പിന്നെ മമ്മൂച്ചായിട്ട് ഉണ്ടെങ്കിൽ ചിലപ്പോൾ മോശമില്ലേ. അപ്പം ഏതായാലും സെറ്റായിട്ട് പോവാടുന്നു. ഇതുപോലത്തെ ഉണ്ട് ഒരു വൈബ് ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞെങ്കിൽ നമ്മൾ ഇത് ശരിക്കും എൻജോയ് ചെയ്യണം. അതാണ് എന്തെങ്കിലും നമ്മൾ ഇപ്പൊ പാറന്റെ നടുവിൽ നിന്നിട്ടാണ് ചായ വെക്കുന്നത്. അപ്പൊ ഇതാ നമ്മളെ ചങ്ങായിമാരെ ചായ കുടിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ചായ? ഇച്ചാന്റെ ചായ എങ്ങനെയുണ്ട്? ഇൻട്രസ്റ്റാന്റെ ചായ സൂപ്പർ അല്ല? ആ ചായ സൂപ്പർ സെറ്റ്. ഇപ്പൊ വെയിൽ വരാൻ വേണ്ടിട്ട് തുടങ്ങി, വെയിലിന്റെ ചൂട് വരാൻ തുടങ്ങി. അതാ ബിസ്ക്കറ്റ് കട്ടൻ ചായ എല്ലാം കുടിച്ചിട്ട് ഇവിടുന്ന് മെല്ലെ പോയതാ. ഇങ്ങനെ മെല്ലെ മുക്കിയിട്ട് ഇതാ ക്രാക്ക് ജാക്ക് ബിസ്ക്കറ്റ് വാങ്ങി. അടിപൊളി. ഞാൻ തന്നെ ഉണ്ടാക്കിയ കട്ടൻ ചായ, ലൈറ്റ് നല്ല സൂപ്പർ ചായയാണ്. നല്ല മധുരം, നല്ല പൊടി, എന്തോ ഒരു ടേസ്റ്റ്. നമ്മളെ മമ്മൂച്ച ബിസ്കുറ്റ് തിന്നിട്ടാ എറിഞ്ഞിട്ട് ചാടി, കുറെ വെള്ളത്തിലെല്ലാം ചാടിയ.
അപ്പൊ ഏതായാലും ഇപ്പൊ നമുക്കെല്ലാം റെഡിയായി. ചായ കുടിച്ചിട്ടായി, കട്ടൻ ചായ വെച്ച് വെള്ളത്തിന്റെ നടുവിൽ വെച്ചിട്ട് കുടിച്ച് ഞങ്ങൾ ഇപ്പൊ ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് വിടുന്നു. അപ്പൊ നമ്മളെ പുള്ളന്മാരോടെല്ലാം പറഞ്ഞിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെന്ന് സപ്പോർട്ട് ചെയ്യാ, ലൈക്ക് ചെയ്യാ അല്ലേ? ഒന്ന് ലൈക്ക് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. കണ്ട പറഞ്ഞിട്ടില്ല ഇന്തിച്ചല്ല. ഇന്തിച്ച കാശ് മാത്രമല്ല ഈ പുഴയുടെയും മുത്താണ്. ഓക്കെ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ബാക്കി എല്ലാ വീഡിയോയിലും കാണാം. ചിലപ്പോ അടുത്ത നല്ലൊരു സ്പോട്ടിലേക്ക് വീഡിയോ ചെയ്യണമെന്നായി പിള്ളേർ പറയുന്നത്. അപ്പൊ നമുക്ക് ചെയ്യാം. പറഞ്ഞ പോലെ സപ്പോർട്ട്, ലൈക്ക്, ഷെയർ എല്ലാം ചെയ്യാം. അപ്പൊ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, തംസ് അപ്പ്.